ഗൈസ് വെൽക്കം ബാക്ക് SL മോട്ടോടെക്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ആക്റ്റീവ 3G ഫോർക്ക് സസ്പെൻഷൻ്റെ പ്രോബ്ലങ്ങളും അതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മുടെ പഴയ ടൈപ്പ് ആക്റ്റീവ 2015, 14, അതേപോലെ 16, 17 ആ ഒരു ലെവലിൽ വരുന്ന ആക്റ്റീവയിൽ വരുന്ന മെയിൻ സസ്പെൻഷനാണ് സർക്കാർട്ട് സസ്പെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സസ്പെൻഷൻ. നമുക്കറിയാം പുതിയ വണ്ടികളിലൊക്കെ ഇതൊന്നല്ല വരുന്നത്, ഒന്നിച്ചൊരു ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഈ ആക്സസിലൊക്കെ കാണുന്ന പോലെ തന്നെ വരുന്ന ഈ ഒരു സസ്പെൻഷനാണ്. നിങ്ങൾക്കറിയാം ഇതുകൊണ്ടുള്ള ഗുണവും ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ റോട്ടുമില്ലൊന്നും ഇപ്പോഴത്തെ അമ്പും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ അതേപോലെ റോഡ് കുണ്ടും വഴികളൊക്കെ കട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചില ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലീറ്റ്ലി പോകും. നമുക്ക് സൈഡ് ചെത്തി പോകുന്ന പോലെയൊക്കെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരും. പിന്നെ പെട്ടെന്ന് വണ്ടി നമുക്ക് നിരങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നം വന്നാൽ ഇത് രണ്ടും ആ ഒരു ടൈപ്പാണ് വരുന്നത്. മറ്റേ രണ്ടും വരുന്നത് പറഞ്ഞാൽ ഹൈഡ്രോളിക് സസ്പെൻഷൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈഡ്രോളിക് സസ്പെൻഷനാണ് രണ്ടും വരുന്നത്. അങ്ങനത്തെ ഒരു വണ്ടികളുടെ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് വലിയ കുണ്ടും കുഴികളൊക്കെ പോകാൻ കഴിയില്ല. ഹൈഡ്രോളിക് പോകുന്ന പോലെ ഇത് നമുക്ക് സിമ്പിളായി കൊണ്ടുപോകാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും. എന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നോർമൽ പതുക്കെ എന്താ പറയുക, അത്ര ഓവർ ഇതിലും കൊണ്ടുപോയി പോകാൻ പറ്റില്ല. റഫ് യൂസൊന്നും കഴിയില്ല. പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകാനേ കഴിയുള്ളൂ. അത്രയും ഇതാണ് വണ്ടിയുടെ ഈ ഒരു ഫോർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം വലിയ വണ്ടികൾ കൊണ്ടുപോകുന്ന ഹെവി റോഡ് കാര്യങ്ങളൊന്നും പറ്റില്ല. നോർമലി നമുക്ക് സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകാൻ കഴിയുള്ളൂ. പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരുന്നൊരു ഫോർക്കാണ് സർക്കാർട്ട് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഈ ഒരു ഫോർക്ക്. പിന്നെ ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, അത് നമ്മൾ സാധാരണ 2 വീലറിലൊക്കെ വരുന്ന പോലെ ഇതാ ഈ ഒരു ഷോക്ക് ഹൗസർ കാണാൻ കഴിയില്ലതാ. ഇങ്ങനത്തെ ഒരു ഷോക്ക് ഹൗസറാണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം സ്പ്രിങ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഷോക്ക് ഹൗസറാണ് വരുന്നത്. അതൊരു വലിയ കുഴപ്പമില്ല, ബാക്കിലേക്ക് വലിയ പ്രശ്നം വരുന്നില്ല. എന്തായാലും അതുതന്നെയാണ് നമ്മുടെ ആക്റ്റീവയിലും. ആക്റ്റീവ 3G ആണിത്. അപ്പോൾ 3Gയിലും അതേ ഫോർക്ക് തന്നെയാണ് വരുന്നത് ഗൈസ്. എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ കാണാം. ഇതായിരിക്കും. ബൈ.